നിസ, നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? അത് നമുക്ക് പിന്നെ കളിക്കാം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പറയാ? യെസ്, ഷാൽ വി ഡാൻസ്. അപ്പോൾ ഇങ്ങനെ കളിച്ചാലോ, പോയാലോ, പറഞ്ഞാലോ അല്ലെങ്കിൽ കഴിച്ചാലോ എന്നൊക്കെ വരുമ്പം നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി യൂസേജ് ആണ് കേട്ടോ ഷാൽ വി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മളിങ്ങനെ കളിച്ച് ക്ഷീണിച്ചിരിക്കുക. അപ്പം നമ്മളിങ്ങനെ പറയാണ്, നമുക്ക് വർക്ക് ചെയ്താലോ ഇനി കുറച്ചു നേരം, അല്ലേ? അപ്പം നമുക്ക് വർക്ക് ചെയ്താലോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? യെസ്, ഷാൽ വി ഡു ദ വർക്ക് അല്ലെങ്കിൽ ഷാൽ വി വർക്ക്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്താലോ, ഷാൽ വി വർക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? യെസ്, ഷാൽ വി ഈറ്റ്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ, ഷാൽ വി ഈറ്റ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചാലോ? ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചില്ലേ, അതുപോലെ നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഉടൻ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക.